കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ അന്വേഷിക്കുന്നതാണ്. ഈ കേസ് വന്നാൽ രണ്ട് പരാതി വന്നാൽ നിങ്ങൾ കേസാക്കുന്ന രീതിയിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള നമുക്ക് നടപടി സ്വീകരിക്കാം. അതിന് വേണ്ടത് സൂപ്രണ്ടിനെ കണ്ട് സംസാരിക്കേണ്ട ലീഡേഴ്സ് അറിയുന്ന വരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം, അതിനോട് സമീപനം ചെയ്യാം. മറ്റു നിങ്ങൾ ആവശ്യങ്ങൾ അന്വേഷണം ചെയ്യാം. ഒരു ബോഡി നമ്മൾ അനാദരിക്കുന്ന പരിപാടി വേണ്ട. ഒരു അനാദരവില്ല സാറേ, ഞങ്ങൾക്ക് സംസാരിക്കണം, ഞങ്ങൾക്ക് സംസാരിക്കണം. അതിൽ തൽക്കാലം ഈ കാര്യം ബോധ്യപ്പെടുന്നു. നമുക്ക് കാര്യം ചെയ്യാം. രാഹുൽ കെ വിവരങ്ങൾ വേണ്ട. രാഹുൽ, പിന്നെ എന്താണ് ആ ഒരു ചർച്ചയിൽ തീരുമാനമായത്? പോലീസ് നടപടിയെടുക്കാമെന്ന ഉറപ്പിൽ ബന്ധുക്കൾ തൃപ്തരാണോ? ദിവിഷ, നിലവിലെ തീരുമാനങ്ങളിൽ ബന്ധുക്കൾ തൃപ്തരാണ്. അതുകൊണ്ടാണ് അവർ പ്രതിഷേധം അവസാനിപ്പിച്ച് മൃതദേഹവുമായി നാട്ടിലേക്ക് മടങ്ങിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടുകിട്ടുമ്പോൾ അത് പ്രിൻസിപ്പൽ ഓഫീസിന് മുൻപിലേക്ക്, സൂപ്രണ്ട് ഓഫീസിനെ മുൻപിലേക്ക് കൊണ്ടുപോയി പ്രതിഷേധിക്കുക എന്നതായിരുന്നു ബന്ധുക്കളുടെ തീരുമാനം. പിന്തുണയുമായി BJP നേതാക്കളും പ്രവർത്തകരും എത്തുകയും ചെയ്തു. BJP ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പിന്തുണയുമായി വന്നത്. അപ്പോൾ കൃത്യസമയത്ത് പോലീസ് ഇടപെട്ടു. നിങ്ങൾ മൃതദേഹവുമായി പ്രതിഷേധത്തിന് നിൽക്കരുത്, സൂപ്രണ്ടുമായി സംസാരിക്കുന്നതിനുള്ള അവസരം ഒരുക്കാമെന്ന് പോലീസുകാർ അറിയിച്ചു. ആ ഒരു പ്രാഥമിക ചർച്ചയിൽ തന്നെ അങ്ങനൊരു അവസരമുണ്ടെങ്കിൽ അതിന് തയ്യാറാണ് എന്ന് നേതാക്കൾ അറിയിച്ചു. തുടർന്ന് സൂപ്രണ്ടുമായും കോളേജ് പ്രിൻസിപ്പലുമായി സംസാരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഈ മാസം 4-ാം തീയതിയാണ് പുത്തളി സ്വദേശിയായ രജനിയെ ആദ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തിക്കുന്നത്. നാവിന് തരിപ്പുണ്ടായിരുന്നു, അതുപോലെ ഇരുകാലുകൾക്കും വേദനയും ഉണ്ടായിരുന്നു. മരുന്ന് വിട്ടയക്കുകയാണ് ഉണ്ടായത്. പിന്നീട് വേദന കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സയ്ക്കായി വന്നു. 3 ദിവസം തീവ്രവിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞു. അതിനുശേഷമാണ് ന്യൂറോ വിഭാഗത്തിലേക്ക് മാറ്റുന്നത്. ന്യൂറോ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിൽ കാലതാമസമുണ്ടായി. കൃത്യമായ സമയത്ത് മാറ്റാത്തതാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ പരാതി. ഇതിലേതായാലും ആരോഗ്യവകുപ്പിന് ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ആ കാര്യം തന്നെയാണ് ആശുപത്രി അധികൃതരും വിശദീകരിച്ചത്. ചികിത്സ സംബന്ധമായ രേഖകളൊക്കെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഒപ്പം കേസെടുത്ത് പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിനും ആവശ്യമായ രേഖകൾ കൃത്യസമയത്ത് നൽകാമെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തു. ഇതിനൊടുവിലാണ് ഏതായാലും പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഗുരുതരമായ വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ ഏതായാലും വിശദീകരിക്കുന്നത്.